നമ്മുടെ ഗണ്ഡി രാജകുമാരൻ മനസ്സിലായില്ല അല്ലേ? ഇല്ല. രാഹുൽ ഗാന്ധി രാജകുമാരൻ. ഇപ്പം അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പുള്ളിയെ ഗണ്ഡി രാജകുമാരൻ എന്നാണ് വിളിക്കുന്നത്. എക്കാലത്തെയും ഭാവി പ്രധാനമന്ത്രി. അദ്ദേഹം കേട്ടോ ഇല്ലയെന്ന് എനിക്കൊരു സംശയം. ഒരു ശബ്ദം മഹാരാഷ്ട്രയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഉദ്ധവ് താക്കറേയുടേതാണ്. ഉദ്ധവ് താക്കറെ പറയുന്നു സവർക്കർക്ക് ഭാരതരത്നം കൊടുക്കണം. ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ ഇവരുടെ അൽഗുൽത്ത് മുന്നണികൾ, രാഹുൽ ഗാന്ധി മുഴുവൻ, കേരളത്തിലെ സതീശൻ വരെ സവർക്കർ എന്ന് പറഞ്ഞാൽ പരമപുച്ഛത്തോടെ ആണ് പ്രതികരിക്കുന്നത്. ആ മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷിയായ ഉദ്ധവ് താക്കറെ പറയുന്നു സവർക്കർക്ക് ഭാരതരത്ന കൊടുക്കണം. കൂടെയുള്ളവർക്ക് എന്തെങ്കിലും പറയാനുണ്ടാവുക? എന്തുകൊണ്ടായിരിക്കും സവർക്കർക്കിപ്പോൾ ഭാരതരത്നം കൊടുക്കണമെന്ന് ഉദ്ധവിന് തോന്നാൻ എന്തായിരിക്കും കാരണം? അത് ഉദ്ധവിന് രണ്ട് വികാരമുണ്ട്. ഒന്ന് മറാത്തി വികാരം, മറാത്ത്വാഡ വികാരം. പക്ഷേ ഇയാൾ ഈ ഇന്ത്യ മുന്നണിയിലെ മറ്റ് അലവലാദികളൊക്കെ ഈ സവർക്കറെ ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ മിണ്ടുന്നില്ലല്ലോ. പക്ഷേ വി ഡി സവർക്കറുടെ മഹിമയും മഹത്വവും എല്ലാം ഉദ്ധവ് താക്കറേക്ക് തിരിച്ചറിയും. അദ്ദേഹത്തിൻ്റെ പിതാവിനറിയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കോൺഗ്രസുമായിട്ടുള്ള ഈ സഹവർത്തിത്വം ദീർഘകാലം പോകില്ല എന്ന് അദ്ദേഹത്തിന് വ്യക്തമായി. ഇല്ലേ, പോകാൻ ആഗ്രഹമില്ല. അങ്ങനെയാണെങ്കിൽ സവർക്കർ എന്ന പ്രാദേശിക വികാരവും കൂടി മുതലെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു മുന്നണി മാറ്റം, BJP ആയിട്ട് രമ്യതയിൽ പോകാനുള്ള ഒരു ആഗ്രഹത്തിൻ്റെ ചൂണ്ടയിടൽ ഞാനിതിനകത്ത് മണക്കുന്നുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ ചുവടുവയ്പ്പിനുള്ള ഒരുക്കമാണ് അദ്ദേഹം നടത്തുന്നതെന്നും കൂടി എനിക്ക് തോന്നുന്നു. കാരണം ഇത് എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു കാര്യമാണ്, വളരെ ന്യായയുക്തമായ ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. സവർക്കർക്ക് എനിക്ക് ഒക്കെ അത്ഭുതം തോന്നി, ഇതുവരെ അദ്ദേഹത്തിന് ഭാരതരത്നം കിട്ടിയില്ല എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി ഞാൻ ഈ അടുത്ത കാലത്താണ് വായിച്ചത്, രണ്ടോളെയും. അത് വായിക്കുമ്പോൾ നമുക്ക് ഇന്ത്യയിലെ ഇത്രയും മഹത്വപൂർണ്ണമായ ഒരു ജീവിതം അവശേഷിപ്പിച്ച ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട ആളാണ്. എന്നിട്ട് നമ്മളൊക്കെ കേട്ട് പഠിച്ചത് ഈ ഇടതുപക്ഷ നറേറ്റീവായിരുന്നു. സവർക്കർ ഒരു ഭയങ്കരമായ ട്രൈറ്ററാണെന്നും ബ്രിട്ടീഷുകാർക്ക് വിടുവേല ചെയ്ത ആളാണെന്നും അവർക്ക് മാപ്പെഴുതി കൊടുത്ത് ആൻഡമാൻ ജയിലിൽ നിന്ന് സ്വയം രക്ഷിച്ചു വന്നയാളാണെന്നും ദേശീയ താല്പര്യത്തിന് അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് അടിയേറ വെച്ചു വന്നു. ഇന്ത്യയിലെ ചെറുപ്പക്കാർ അവരുടെ ശേഷി ബ്രിട്ടീഷ് വിരുദ്ധ സ്വാതന്ത്ര്യ സമരത്തിൽ ചെലവഴിച്ച് നശിക്കരുത്, പകരം ക്രിയേറ്റീവായിട്ട് അത് ഉപയോഗിക്കണം, ബ്രിട്ടീഷ് വിരുദ്ധ സമരം നിർത്തണം എന്നൊക്കെ പറഞ്ഞ ആളായിട്ടാണ് ഇടതുപക്ഷ ബുദ്ധിജീവികൾ എഴുതിയതും പറയുന്നത്. ഇപ്പോഴും അത് ആവർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു ബോധത്തിനിടയിലാണ് യഥാർത്ഥത്തിൽ സവർക്കർ ഈ പറയപ്പെടുന്നതിനൊക്കെ അപ്പുറത്താണെന്ന് നമ്മൾ ആ ജീവചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കി. അല്ല സാർ, വേറൊന്ന് ഞാനിപ്പോൾ ആലോചിക്കുകയാണേ, സവർക്കർ ഇനി മാപ്പ് എഴുതി കൊടുത്ത് ജയിലിൽ നിന്ന് പുറത്ത് വന്നു എന്നിരിക്കട്ടെ, എന്നിട്ട് സവർക്കർ എന്ത് ചെയ്തു? പിന്നെയും സമരം ചെയ്ത് പിന്നെയും അകത്തായി. അവിടെ പോയിട്ട് വീണ്ടും മാപ്പെഴുതി കൊടുത്തു കാണും. ഇവർ പറയുന്നത് നിരന്തരം മാപ്പെഴുതി കൊടുത്തു. ശരി, നിരന്തരം മാപ്പെഴുതി കൊടുത്തു എന്ന് നിങ്ങൾ പറയുന്നത് സമ്മതിച്ചു. മാപ്പെഴുതി കൊടുത്തിട്ട് പുറത്ത് വന്നിട്ട് സവർക്കർ പട്ടായയ്ക്ക് പോയോ? ഇല്ലല്ലോ. അദ്ദേഹം അണ്ടർഗ്രൗണ്ടിൽ പോയില്ലല്ലോ. ഇവിടെ ചില വലിയ നേതാക്കന്മാരൊക്കെ അണ്ടർഗ്രൗണ്ടിൽ പോയിട്ട് അഭിഹിത സന്തതികളെ ഉണ്ടാക്കിയ കഥ നമുക്കറിയാം. പണ്ട് VT ബലറാം പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഒരുപാട് പേർക്ക് നൊന്തു. പറഞ്ഞത് സത്യമാവട്ടെ അല്ലാതിരിക്കട്ടെ, പക്ഷെ ബലറാം അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഓർക്കുന്നില്ലേ സാർ? എന്താണ് അത് ഞാൻ പറയുന്നില്ല, കാര്യമായിട്ട് പറയാം, നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായി. ഏതായാലും സവർക്കർ ഇനി മാപ്പെഴുതി വന്നെങ്കിലും പുറത്ത് വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹം വീണ്ടും ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് ജയിലിലേക്ക് പോയിരുന്നു. അപ്പോൾ ജയിലിൽ കിടന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ സിമ്പിളി മനസ്സിലാക്കുന്നു, ജയിലിൽ കിടന്നാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മാപ്പെഴുതിയാണെങ്കിലും പുറത്തു വരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു തന്ത്രമായിരുന്നു. വീണ്ടും ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുന്നു, വീണ്ടും ജയിലിൽ പോകുന്നു. ഇത് സവർക്കർ എങ്ങനെയാണ് ജയിലിൽ കിടന്നത്? നെഹ്റു എങ്ങനെയാണ് ജയിലിൽ കിടന്നത്? താൻ താമസിക്കുന്ന കൊട്ടാരം പോലത്തുള്ള വീട് ജയിലായിട്ട് പ്രഖ്യാപിച്ച് അവിടെ കിടന്നു അല്ലേ? സവർക്കർ കയ്യിലും കാലിലും കഴുത്തിലും ഒക്കെ ചങ്ങലയിട്ടാണ് ജയിലിൽ കിടന്നത്. ഇപ്പം നമ്മുടെ ഈ കുറേ ആളുകൾ ഇവർ കള്ളം പറയുകയും തെറ്റായി വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതിൻ്റെ 100 ഉദാഹരണങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും ക്ലാസിക് ഉദാഹരണമാണ് കേരളത്തിൽ സവർക്കറെ ഷൂ നക്കി എന്ന് പറയുന്നത്. അതിന് കാരണം കാലാപാനി എന്ന് പറയുന്ന പ്രിയദർശൻ്റെ സിനിമയാണ്. പ്രിയദർശൻ്റെ സിനിമയിൽ സവർക്കറുടെ ഔന്നത്യം വ്യക്തമാക്കി തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് വേറൊരു കഥാപാത്രമുണ്ട്, മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഒരു സാങ്കല്പിക കഥാപാത്രം അതിനകത്തുണ്ട്. ആ കഥാപാത്രമാണ് ഈ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കുന്നത്, സവർക്കർ അല്ല. അതിവർ മനഃപൂർവ്വം ട്വിസ്റ്റ് ചെയ്ത്, കാലാപാനി എല്ലാവരും കണ്ടിട്ടുണ്ട്.
കാലാപ്പാനി എന്നുള്ള സിനിമയിലാണ് ഈ ഷൂ നക്കുന്ന ഒരു ക്യാരക്ടർ ആദ്യമായി സാങ്കല്പികമായി ഉണ്ടായി വരുന്നത്. അത് സവർക്കറാണെന്ന് കള്ളം പറഞ്ഞിട്ടാണ് ഇവർ ഷൂ നക്കി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംഭവം ഒരിടത്തും ഉണ്ടായിട്ടില്ല, ചരിത്രത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പ്രിയദർശൻ സവർക്കറെയും കാലാപ്പാനിയിൽ അടയ്ക്കപ്പെട്ട നമ്മുടെ ദേശാഭിമാനികളെയും പ്രകീർത്തിക്കാൻ ഒരു സിനിമയുണ്ടാക്കി. അതിൻ്റെ സമാന്തരമായി ഒരു ട്രാക്ക്, ഒരു സാങ്കല്പിക കഥാപാത്രത്തിൻ്റെ ഒരു ഡ്രാമ ഉണ്ടാക്കി, ഒരു പ്രണയമൊക്കെ ഉൾപ്പെടുന്ന ഒരു ട്രാക്ക് സമാന്തരമായി ഉണ്ടാക്കിയതാണ്. അതിനെ ട്വിസ്റ്റ് ചെയ്ത് അത് ചരിത്രമാക്കിയിട്ട് അത് മോഹൻലാലിൻ്റെ കഥാപാത്രം സവർക്കറാണെന്ന് വരുത്തി തീർത്തിട്ട് പച്ചക്കള്ളം പറയുകയാണ് ഇവർ. അല്ല, അത് ഇടതുപക്ഷ പ്രചരണ ജിഹുകളെല്ലാം എപ്പോഴും തന്ത്രപൂർവ്വം അവർക്ക് അനുകൂലമായി കള്ളം പറയാറുണ്ട്. നമ്മൾ അങ്ങനെ അതുകൊണ്ടാണല്ലോ ദേശാഭിമാനിയും മുഴുവൻ നുണ ആണെന്ന് നമ്മൾ പറയുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ BJP-യിൽ നിന്ന് പുറത്തുപോയ നമ്മുടെ സുഹൃത്ത് സന്ദീപ് വാര്യർ ഉണ്ടല്ലോ, സന്ദീപ് വാര്യർ ഈ പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാരൻ്റെ കാശ് മേടിച്ചിട്ടാണ് ദേശാഭിമാനി തുടങ്ങിയതെന്ന് തെളിവ് വെച്ച് സ്ഥാപിച്ചു. ആദ്യം വക്കീൽ നോട്ടീസ് അയക്കുന്നു ഗോവിന്ദനൊക്കെ പറഞ്ഞു, പിന്നെ കണ്ടം വഴി ഓടി. എല്ലാ ഡോക്യുമെൻറ്റും വെച്ച് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ പണം കൊണ്ട് തുടങ്ങിയ പത്രമാണ് ദേശാഭിമാനി എന്ന് തെളിവുകൾ മുഴുവൻ സന്ദീപ് വാര്യർ ഹാജരാക്കിയിരുന്നു. അതെ. അല്ല, അതൊരു സത്യമാണ് ചരിത്രം. അത് MR ചന്ദ്രശേഖരൻ പറഞ്ഞിട്ടുണ്ട്, വേറെ ചിലരും വെളിപ്പെടുത്തിയിട്ടുണ്ട്, MGS നാരായണൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെല്ലാം ഉണ്ട്, ചരിത്രത്തിൽ തന്നെ ഉണ്ട്. പക്ഷേ സവർക്കർ ഇപ്പോൾ ഭാരതരത്നത്തിന് അർഹനാകുമെങ്കിൽ അത് വലിയ ഒരു കാര്യമാണ്. ആവശ്യപ്പെട്ടത് പിന്നെ ബാൽ താക്കറെയുടെ മകനാണെങ്കിൽ പോലും. പക്ഷേ ഞാനൊരു സംശയം കൂടി ചോദിക്കട്ടെ സാറിനോട്. അതായത് സവർക്കർ ഒരു കാലത്ത് കോൺഗ്രസിനും പ്രിയപ്പെട്ട ആളായിരുന്നു. ഇന്ദിരാഗാന്ധി ആണ് സവർക്കറുടെ പേരിൽ സ്റ്റാമ്പ് ഇറക്കിയത്. പിന്നീട് ഇന്ദിരാഗാന്ധിക്ക് ശേഷം വളരെ പെട്ടെന്ന് എങ്ങനെയാണ് സവർക്കർ കോൺഗ്രസ്സിന് തൊട്ടുകൂടാത്തവരും വെറുക്കപ്പെട്ടവരുമായത്? അത് പിന്നെ മുസ്ലിം ജനസാമാന്യം കോൺഗ്രസ്സിൽ നിന്ന് അകർന്നു പോകുന്നു. അവരെ പിടിച്ചു നിർത്താനുള്ള ഒരു തന്ത്രം എന്ന നിലയിലാണ് കോൺഗ്രസ് ഇതൊരു പ്രചരണായുധമാക്കിയത്. അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ബംഗ്ലാദേശ് വിഷയവുമായി ചേർന്നാണ്. 71 ബംഗ്ലാദേശ് വിമോചനം സാധ്യമാക്കിയതിന് ശേഷം ഇന്ദിരാഗാന്ധി അതിൻ്റെ പേരിലൊരു ഹീറോ ആയി വാഴ്ത്തപ്പെട്ടു. പക്ഷേ ബംഗ്ലാദേശ് യുദ്ധത്തിൻ്റെ ഹീറോ തന്നെയാണ് ഇന്ദിരാഗാന്ധി. പക്ഷേ വേറെ കാര്യമുണ്ട്, ആ 90,000 വരുന്ന പാകിസ്ഥാനി ഭടന്മാരെ വെച്ച് ഒരു വിലപേശലിന് അവർ തയ്യാറായില്ല. അത് മാത്രമല്ല, അന്ന് വേറൊരു രാഷ്ട്രമുണ്ടാക്കി അവർ അവിടെ നിർത്തി. അല്ല, നമുക്ക് കാശ്മീരിൻ്റെ ക്ലെയിമെങ്കിലും അവസാനിപ്പിക്കാൻ ആ കരാറിൽ വെക്കാമായിരുന്നു, അതൊരു ഉപാധിയാക്കാമായിരുന്നു. അത് ചെയ്തില്ല. അങ്ങനെ വിജയത്തിൻ്റെ ശില്പി എന്നൊക്കെ പറയുമ്പോഴും രാജ്യത്തിന് ദ്രോഹം ചെയ്തു ഇന്ദിരാഗാന്ധി. ഉണ്ട്, അവർക്ക് ചെയ്യാവുന്ന അതായിരുന്നു. വിജയം ഒരുപക്ഷെ സാം മനേക്ഷയുടെ വിജയവും കൂടിയാണ്. സാം മനേക്ഷയുടെ വിജയമാണ്. ഇന്ദിരാഗാന്ധി അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുത്തു. പക്ഷേ അത് യഥാർത്ഥത്തിൽ ഇത് സാം മനേക്ഷ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരം കണ്ടീഷൻ, ഇവരെ വിട്ടയക്കാൻ പാടില്ല, നമ്മൾ പിടിച്ചെടുത്ത ഭൂമി നമ്മുടെ കയ്യിലിരിക്കണം, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്. അന്ന് ഒരു പക്ഷേ കാശ്മീരിൻ്റെ നിങ്ങളുടെ ക്ലെയിം വിട്ടാൽ മാത്രമേ ഈ 93,000 ഭടന്മാരെയും പിടിച്ചെടുത്ത ഭൂമിയും തിരിച്ചു തരുള്ളൂ എന്ന് പറഞ്ഞാൽ കാശ്മീർ പ്രശ്നം എന്നേക്കുമായി പരിഹരിക്കപ്പെടുമായിരുന്നു. അവിടെ 100 കണക്കിന് നമ്മുടെ ഭടന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ടില്ലായിരുന്നു. കാശ്മീരിൽ എത്രയോ ആളുകൾ മരിച്ചു. അല്ല, കാശ്മീർ കാര്യത്തിൽ അവർക്കൊരു ഉഴപ്പ് സമീപനമായിരുന്നു. അത് ഇപ്പോഴും കോൺഗ്രസിൻ്റെ സമീപനം അത് തന്നെയാണ്. അല്ല, അവിടെ ഈ വേറെ ഇടയ്ക്ക് ഒരു അപവാദം കൂടെ പറയട്ടെ. അവിടുത്തെ ഒരു പട്ടാള മേധാവിയുമായിട്ട് ഇന്ദിരാഗാന്ധിക്ക് ഒരു ബന്ധം ഉണ്ടായിരുന്നതും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിമാനത്തിൽ പറക്കലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള ചില കഥകളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പറക്കുന്നുണ്ട്. അത് നമുക്ക് തെളിവില്ലാത്തൊരു കാര്യം കഥയുണ്ട്. ഉണ്ട്. അത് പല ഇന്ദിരാഗാന്ധിയുടെ ജീവിതത്തിൽ ഒരുപാട് റൂമേഴ്സ് ഈ തരത്തിൽ പ്രചരിക്കുന്നുണ്ട്. സവർക്കർക്കെതിരെ ഒരു പ്രചരണം കോൺഗ്രസ് ഏറ്റെടുക്കുന്നത് മുസ്ലിം ജനവിഭാഗത്തെ പ്രീണിപ്പിക്കാനായിരുന്നു. 71 ഈ ബംഗ്ലാദേശ് വിമോചനം UP-യിലെ മുസ്ലിങ്ങൾക്ക് ബീഹാറിലെ മുസ്ലിങ്ങൾക്കും തീരെ പിടിച്ചിട്ടില്ല. കാര്യം അവർ കോൺഗ്രസിൽ നിന്ന് പാരമ്പര്യനിഷ്ഠമായ ആ പിന്തുണ പിൻവലിച്ചതിൻ്റെ ഫലമായിട്ടാണ്. എന്തുകൊണ്ടാണ് പാകിസ്ഥാനെ വെട്ടിമുറിച്ചു. പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നതിനെ പ്രത്യേക രാഷ്ട്രമാക്കി അത് ഇന്ത്യക്ക് കൂടി സ്വീകാര്യമായ ഒരു ഭരണവ്യവസ്ഥ അവിടെ കൊണ്ടുവന്നു. അതാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് അതിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു. പാകിസ്ഥാനെ മുറിച്ചതുകൊണ്ട്. പാകിസ്ഥാനാണല്ലോ നമ്മുടെ മാതൃരാജ്യം, സ്വപ്നഭൂമി. അത് പരീക്ഷിക്കാൻ പിന്നീട് അവരൊരു തെരഞ്ഞെടുപ്പ് നടത്തില്ല, അടിയന്തരാവസ്ഥയായി. അടിയന്തരാവസ്ഥ കഴിഞ്ഞ് നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഇന്ദിരാഗാന്ധിയും മകൻ സഞ്ജയ് ഗാന്ധി അടക്കം തോറ്റു. ഇന്ന് കോൺഗ്രസ് എന്നേക്കുമായി ഇന്ത്യയുടെ ഭരണത്തിൽ നിന്ന് പോയി. മൊറാർജി ദേശായി പ്രൈം മിനിസ്റ്ററായി വന്നില്ലേ, ജനതാ പാർട്ടി. അപ്പോൾ ആ തോൽവിയുടെ മുഖ്യ കാരണം എല്ലാവരും പറയുന്നത് അത് എമർജൻസിയുടെ അതിക്രമം കൊണ്ടാണെന്നാണ്. സത്യത്തിൽ അതല്ല.
അന്ന് നഷ്ടപ്പെട്ടതാണ് മുസ്ലിം പിന്തുണ കോൺഗ്രസിന്. അത് വീണ്ടെടുക്കാൻ പിന്നെ എന്തെല്ലാം അടവുണ്ടോ അതൊക്കെ സ്വീകരിക്കാൻ സാർ പറഞ്ഞു വരുന്നത് ഇന്ത്യൻ മുസ്ലിംകൾക്ക് എപ്പോഴും പാകിസ്ഥാനോടായിരുന്നു ഒരു കൂറെന്നാണോ? കൂറുണ്ട്, ഇപ്പോഴും ഉണ്ട്. അത് നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോഴും കണ്ടാൽ മനസ്സിലായി. എന്നാൽ പിന്നെ ഇവർക്ക് ഈ അതിർത്തി, കേരളത്തിൽ നിന്നുള്ളവരൊക്കെ പോട്ടെ, അതിർത്തിയിലുള്ള മുസ്ലിമുകൾക്ക് പാകിസ്ഥാനിലേക്ക് പോയിക്കൂടായിരുന്നോ? അല്ല, പോകാമായിരുന്നു. പക്ഷേ ഇന്ത്യ പോലെയുള്ള ഒരു സ്വതന്ത്ര രാജ്യത്ത് ജീവിക്കുന്നതിൻ്റെ സ്വാതന്ത്ര്യം കിട്ടത്തില്ല, അവിടെ കിട്ടില്ലല്ലോ. ഇവരൊക്കെ മതരാജ്യം വരുന്ന കൊള്ളാന്നൊക്കെ പറയുകയാണെങ്കിലും മതരാജ്യത്തിൽ പോകാൻ 2 പ്രാവശ്യം ആലോചിക്കും. കുറേ ആളുകൾ പോവുകയും ചെയ്തല്ലോ. അപ്പോൾ കുറെ മതജീവികൾ പോയി. ഇവിടെ ഡെമോക്രസി ഉണ്ടല്ലോ, സ്വതന്ത്രമായി ബിസിനസ് ചെയ്യാം. എത്രയോ ഇപ്പം പാട്ട് പാടാം, സിനിമ കാണാം. ന്യൂസ്ലി വാടിയൊക്കെ ഇവിടെ നിന്നില്ലേ? ന്യൂസ്ലി പാടാം, ബോംബെ ഡൈങ്ങിന്റെ മുതലാളി. അപ്പോൾ ജിന്നയുടെ ബന്ധുവല്ലേ, മകന്റെ ഭാര്യയോ ചെറുമകളോ എന്താണല്ലേ മുസ്ലിംവാടിയുടെ അമ്മയോ? രക്തബന്ധുക്കളാണ് അവര്. അവര് ബോംബെയിൽ തന്നെ നിന്നല്ലോ. അപ്പോൾ അതുപോലെ സ്വതന്ത്രമായി ആത്മവികാസത്തിനും ഒക്കെ സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ സിറ്റുവേഷൻ, ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇന്ത്യയിലുള്ളതുപോലെ പാകിസ്ഥാനിലുണ്ടോ? അവിടെ പിന്നെ മദ്രസകളല്ലേ രാജ്യം ഭരിക്കുന്നത്, പട്ടാളക്കാരും മദ്രസകളും. അതുകൊണ്ട് പോയില്ല. മനം ശരീരം എവിടെയും മനം എവിടെയും. അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ഇരട്ട സഹോദരന്മാരുണ്ടല്ലോ, ഇപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ അവർ കോൺഗ്രസിനെതിരായി. അവരെല്ലാം തിരിച്ച് ഇനിയും കോൺഗ്രസ്സിൽ വന്നിട്ടൊന്നുമില്ല. അപ്പോൾ ആൾക്കാരെല്ലാം പറയുന്നത് എമർജൻസി എക്സസ് കണ്ട് കോൺഗ്രസും ഇന്ദിരാഗാന്ധിയും തോറ്റെന്നാണ്. യഥാർത്ഥത്തിൽ ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ചാൽ ഈ ഒരു ശക്തി വലിയ. അതിനുശേഷം അവർ തിരിച്ച് ഇതുവരെയും പൂർണ്ണമായും കോൺഗ്രസ്സിൽ കിട്ടിയിട്ടില്ല. അവരെ ആകർഷിക്കാൻ എന്തെല്ലാം പ്രചരണമായതുകൊണ്ടോ അതിൽ ഒന്നായിരുന്നു. ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പോയിന്റാണ് ഈ സവർക്കർ ഇഷ്യൂ. അതിലൊന്നാണ്. സവർക്കറെ തള്ളിപ്പറയാൻ തുടങ്ങിയത് 77-ന് ശേഷമാണ്. അവർക്ക് ഈ റിയാലിറ്റി മനസ്സിലായി. ഇത് കോൺഗ്രസ്സുകാർ രഹസ്യമായി ഇത് സമ്മതിക്കും. മുസ്ലിം വോട്ട് നമുക്ക് നഷ്ടപ്പെട്ടത് യഥാർത്ഥത്തിൽ എമർജൻസി കൊണ്ടൊന്നുമല്ല, പാകിസ്ഥാനെ മുറിച്ചതിൻ്റെ പേര്. അവർ രഹസ്യമായിട്ട് സമ്മതിക്കും. എന്നോട് അത്യുന്നതനായ ഒരു കോൺഗ്രസ് നേതാവായി ഈ കാര്യം പറഞ്ഞത്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, എനിക്ക് ഊഹിക്കാൻ പറ്റും. അപ്പോൾ അല്ല, കാരണം അവർക്ക് ഈ റിയാലിറ്റി അറിയാം എന്നതാണ്. പക്ഷെ പുറമേ അത് പറയത്തില്ല. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് സവർക്കറെ അങ്ങ് ആയുധമാക്കി. സവർക്കറെ സംബന്ധിച്ച് സവർക്കർ ഒരിക്കലും RSSകാരനായിരുന്നില്ല. അതെ. സവർക്കർ ഒരു ക്ഷേത്രവിശ്വാസിയായിരുന്നില്ല, നാസ്തികനായിരുന്നു, നിരീശ്വരവാദിയായിരുന്നു. ഇപ്പോൾ സവർക്കർ RSSന്റെ ശാഖയിൽ മറ്റേ കാക്കി ട്രൗസർ ഇട്ട് നടന്ന ആളെന്നൊക്കെയാണ് മുമ്പ് പറഞ്ഞു പ്രചരിപ്പിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും സ്വീകാര്യനായിരുന്നു ഒരു. അതെ, കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വീകാര്യനായിരുന്നു. അത്ര കാരണം വളരെ വിപ്ലവകരമായ നിലപാടുകളൊക്കെ ഉണ്ടായിരുന്ന കവിയായിരുന്നു. അതിമനോഹരമായി ഗദ്യം എഴുതുമായിരുന്നു. ഇംഗ്ലീഷ് പോയറ്റിക് പ്രോസായിരുന്നു. അത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രതിഭാ വിലാസം പ്രകടിപ്പിച്ച ഒരു വലിയ വ്യക്തിയായിരുന്നു. പക്ഷേ ഇന്ത്യൻ പൊളിറ്റിക്സിൽ അദ്ദേഹം സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. അതായിരുന്നു സംഭവിച്ചത്. അദ്ദേഹത്തിന് ഒരു ദേശീയ അംഗീകാരം എന്തുകൊണ്ടും അനിപേക്ഷണീയമാണ്. ഏതായാലും ഉദ്ധവ് താക്കറെ പറയുന്നത് സവർക്കറോടുള്ള സ്നേഹം കൊണ്ടൊന്നുമില്ല, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി. അത് മഹാരാഷ്ട്ര പൊളിറ്റിക്സാണ്. വരാൻ പോകുന്ന ഒരു പൊളിറ്റിക്സിൻ്റെ സൂചനയാണ്. അദ്ദേഹം കോൺഗ്രസിനെ പതുക്കെ തള്ളി പറയും, ഉറപ്പാണ്. ആ രാഷ്ട്രീയ സഖ്യം അവിടെ ഒരു നഷ്ടക്കച്ചവടമായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടല്ലോ. അത് ഭാവി രാഷ്ട്രീയം നോക്കി സംസാരിച്ചു തുടങ്ങി എന്നാലും നമുക്ക് നരേന്ദ്രമോദി സർക്കാർ സാവർക്കർക്ക് ഭാരതരത്നം കൊടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. ഇതുവരെയും കഴിഞ്ഞ 10 വർഷം കൊടുക്കാതിരുന്നത് തന്നെ വൈകിപ്പോയി. അതെ തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.